നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുവാൻ CPM-ൽ ആലോചന നടക്കുന്നതായി സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിൽ നിന്ന് കരകയറണമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിലെ മിന്നുന്ന പ്രകടനം അല്ലെങ്കിൽ മികച്ച പ്രകടനം ഇടതുപക്ഷത്തിന് അത്യാവശ്യമാണ്. ഈ ഘട്ടത്തിൽ ഈ സാഹചര്യത്തിലാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് എം സ്വരാജിനെ മത്സരിപ്പിക്കുവാനുള്ള ആലോചനകളിലേക്ക് CPM ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്നത്. BJPക്ക് വളരെ ശക്തമായിട്ടുള്ള വോട്ട് ബാങ്കുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്വരാജിനെ പോലൊരു ജനകീയനായിട്ടുള്ള നേതാവ്, ആ ജനകീയനായിട്ടുള്ള നേതാവ് സ്ഥാനാർത്ഥിയായി എത്തിയാൽ മാത്രമേ ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ടാകൂ എന്ന് തിരിച്ചറിവാണിത്. ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് പിടിക്കാനായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് പതുക്കെയെങ്കിലും കയറി വരുവാൻ ഈ CPM-ന് കഴിയുകയും ചെയ്യും. വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഷാഫി പറമ്പിൽ വിജയിച്ച സാഹചര്യത്തിലാണ് പാലക്കാട് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണ BJP രണ്ടാം സ്ഥാനത്ത് എത്തിയ ഒരു മണ്ഡലം, ആ മണ്ഡലം കൂടിയാണ് ഈ പാലക്കാട് എന്ന് പറയപ്പെടുന്നത്. അതേസമയം മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ സാധ്യത കൽപ്പിക്കാവുന്ന ഒരു പോരാട്ടം എന്ന നിലയിലേക്ക് ഇവിടെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത് ഉറപ്പായി കഴിഞ്ഞു. മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കിക്കൊണ്ട് വിജയമുറപ്പിക്കുവാൻ ഈ മൂന്ന് മുന്നണികളും ശ്രമിക്കുകയാണ്. വടകരയിൽ ഷാഫിയുടെ വിജയം ഉറപ്പിക്കേണ്ടത് UDF-ന്റെ അഭിമാന പ്രശ്നമായതുപോലെ തന്നെയായിരുന്നു അവിടുത്തെ പ്രശ്നം. അതുപോലെ തന്നെയാണ് ഇനി പാലക്കാട് സംഭവിക്കാൻ പോകുന്നതും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിരവധി സിറ്റിംഗ് MPമാർ വിജയിച്ചു കയറിയെങ്കിലും തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പല സിറ്റിംഗ് മണ്ഡലങ്ങളിലും കോൺഗ്രസിന് അടിതെറ്റിപ്പോയി അല്ലെങ്കിൽ കൈവിട്ടു പോകുന്ന കാഴ്ചയുണ്ടായിരുന്നു. ഇക്കുറി അത് ആവർത്തിക്കാതിരിക്കേണ്ടത് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ ഭരണമാറ്റം ഉറപ്പിക്കുവാൻ നിർണായകമാകണം എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചാണെങ്കിൽ പാലക്കാട് നിയമസഭാ മണ്ഡലം എന്ന് പറയപ്പെടുന്ന അവരുടെ A ക്ലാസ് മണ്ഡലമാണ്. ഷാഫി പറമ്പിലിൻ്റെ വ്യക്തിപ്രഭാവമാണ് കഴിഞ്ഞ തവണ യഥാർത്ഥത്തിൽ BJPക്ക് പരാജയം ഉറപ്പിച്ചു കൊടുത്തത്. സംസ്ഥാന ചരിത്രത്തിൽ ചിലപ്പോൾ ആദ്യമായി ലോക്സഭാ സീറ്റ് വിജയിച്ച് നിൽക്കുന്ന അവസരത്തിൽ, അതായത് ഇവിടെ തൃശ്ശൂരിൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നിയമസഭാ സീറ്റ് കൂടി വിജയിക്കാനായാൽ കേരളത്തിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് അത് വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയുള്ള വലിയ വിലയിരുത്തലാണ് ഇപ്പോൾ BJP. എന്നാൽ മികച്ച സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുക എന്നതാണ് അവർക്ക് മുന്നിലുള്ള, അതായത് BJPക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളി എന്ന് പറയപ്പെടുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം, മത്സരിച്ച മെട്രോമാൻ E ശ്രീധരൻ മത്സരത്തിനുണ്ടാവില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞതുകൊണ്ട് തന്നെ E ശ്രീധരൻ മത്സരിക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സർക്കാരിൻ്റെ വിലയിരുത്തലാവില്ല എന്ന ന്യായീകരണം പറയാമെങ്കിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ന്യായം വിലപ്പോവില്ല എന്നതാണ് ഇടതുമുന്നണിക്കും CPM-നും വെല്ലുവിളി ഉയർത്തുന്നത്. മണ്ഡലത്തിൽ വിജയിക്കാനായില്ലെങ്കിൽ കൂടിയും രണ്ടാം സ്ഥാനമെങ്കിലും ഉറപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ മുഖ്യമന്ത്രി പദത്തിൽ തുടരുന്ന പിണറായിയുടെ ധാർമ്മികത പോലും ചോദ്യം ചെയ്യപ്പെടേക്കാം. അതുകൊണ്ട് തന്നെ ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ മുതലാക്കി ഏറ്റവും മികച്ച പോരാട്ടം തന്നെയാവും CPM പാലക്കാട്ട് പുറത്തെടുക്കാൻ പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ UDF ഒന്നാം സ്ഥാനം നിലനിർത്തി 52,779 വോട്ടാണ് UDF നേടിയത്. സ്ഥാനാർത്ഥിയായ VK ശ്രീങ്കരൻ നേടിയത് 9,707 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് UDF-നുള്ളത്. 43,072 വോട്ടുമായി BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള C കൃഷ്ണകുമാർ രണ്ടാമതെത്തിയപ്പോൾ 34,640 വോട്ടുമായി LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള A വിജയരാഘവൻ മൂന്നാമതായി. 2019-ലും UDF ആയിരുന്നു ഒന്നാം സ്ഥാനത്ത്. 48,425 വോട്ടാണ് അന്ന് UDF നേടിയത്. 44,086 വോട്ടുമായിട്ട് LDF രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ BJPക്ക് 39,963 വോട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 4,333 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് UDF-ന് അന്ന് ലഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിയമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പലപ്പോഴും. ഇവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് പണ്ട് മത്സരിച്ച ഷാഫി പറമ്പിലും NDA സ്ഥാനാർത്ഥിയായ E ശ്രീധരനും ഏറ്റുമുട്ടിയപ്പോൾ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഫോട്ടോ ഫിനിഷിലേക്കാണെന്ന് കാര്യങ്ങൾ എത്തിയത്. UDF എത്തിച്ചേരുന്നത് അങ്ങനെയാണ്, മണ്ഡലം നിലനിർത്തുന്നതും അങ്ങനെയാണ്. 3,859 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് അന്ന് UDF-നുണ്ടായിരുന്നത്. ഷാഫി പറമ്പിൽ 50,079 വോട്ട് നേടിയപ്പോൾ E ശ്രീധരൻ 50,229 വോട്ട് ലഭിച്ചു. ഇവിടെയും LDF മൂന്നാം സ്ഥാനത്തായി. എന്നാൽ 2016-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് അന്ന് ഭേദപ്പെട്ട ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 17,483 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അന്ന് ഷാഫി പറമ്പിലിന് ഈ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത്. അന്ന് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനായിരുന്നു. ആ ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് അന്നുണ്ടായിരുന്നത് NN കൃഷ്ണദാസ് ആയിരുന്നു. NN കൃഷ്ണദാസ് അന്ന് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലും മേൽക്കൈ എന്ന് പറയപ്പെടുന്നത് ഇവിടെ UDF-നാണ്. പാലക്കാട് നഗരസഭയിൽ സീറ്റുകളുടെ എണ്ണത്തിൽ BJPക്ക് മേൽക്കൈ ഉണ്ടെങ്കിൽ കൂടിയും മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ആകെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച വോട്ടുകളുടെ ഷെയർ അല്ലെങ്കിൽ വോട്ടുകളുടെ എണ്ണത്തിലെ നേട്ടമെന്ന് പറയപ്പെടുന്ന UDF-നാണ് എന്നുള്ളതാണ്. പാലക്കാട് നഗരസഭയും പിന്നൊന്ന് പിരായരി, മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളുമാണ് പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് UDF-ന് ആകെ 48,547 വോട്ട് ലഭിച്ചു.
ഇടതുമുന്നണിക്ക് 45,231 വോട്ട് ലഭിച്ചപ്പോൾ BJPക്ക് 38,654 വോട്ട് ലഭിച്ചു. എന്നാൽ യുവനേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാക്കുകയാണ് കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് വിട്ടെത്തിയ പത്മജ വേണുഗോപാലിനെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുവാനുള്ള സാധ്യതയാണ് BJP നേതൃത്വം ഇപ്പോൾ പരിശോധിക്കുന്നത്. പത്മജയുടെ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ചില പരാമർശങ്ങൾ അത് വിവാദമായിരുന്നു. കടുത്ത ഭാഷയിലായിരുന്നു അന്ന് രാഹുൽ പ്രതികരിച്ചതുപോലും. അതുകൊണ്ട് തന്നെ രാഹുലും പത്മജയും നേർക്കുനേർ വന്നാൽ പാലക്കാട് പൊടിപാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വോട്ടുകൾ അടക്കം മറിയുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് BJP നേതൃത്വം ഇപ്പോൾ വിലയിരുത്തുന്നത് പോലും. അതുകൊണ്ട് തന്നെ പത്മജ വേണുഗോപാലിനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസിന്റെ നേതാവായിട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ സ്വരാജും രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം പത്മജ വേണുഗോപാൽ കൂടിയാകുമ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തീപാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും വരാൻ പോകുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.